അമ്മയുടെ പ്രതിഷേധത്തിൻ്റെ സാക്ഷിയായി ഈ അൽത്താരയിൽ നിർത്തിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് എലിസബത്ത്. ഞാൻ കോട്ടയം ജില്ലയിലെ എളങ്കുളം എന്ന ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനൊരു നേഴ്സാണ്. 2023 ആണ് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. എൻ്റെ മമ്മി വഴിയാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നത്. 2024 ഞാൻ നഴ്സിംഗ് പാസ്സായത്. 2024 നഴ്സിംഗ് പാസ്സായതിനു ശേഷം എല്ലാ നഴ്സുമാരെയും പോലെ തന്നെ വിദേശത്ത് പോയി ജോലി ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് ഞാൻ OET പഠിക്കാൻ വേണ്ടിയിട്ട് പോയി. ഇത് എൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ് ഈ അൽത്താരയിൽ നിന്നുള്ള. OET പഠിക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ഇവിടെ വന്ന ഉടമ്പടി പുതുക്കിയിട്ടാണ് ഞാൻ പോയത്. OETയുടെ എക്സാം സെൻറ്ററിൽ പോയപ്പോഴും ഞാൻ ഉപ്പ് വിതറി പ്രാർത്ഥിച്ച് മാതാവിൻ്റെ കാശുരൂപവും തൈലവും ഒക്കെ തേച്ചാണ് ഞാൻ എക്സാമിന് പോയത്. ആ എക്സാം എനിക്ക് പാസ്സായി. പിന്നീട് ഞാൻ നഴ്സിങ്ങിന് റിക്രൂട്ട്മെൻറ്റ് എല്ലാം സ്റ്റോപ്പായി. UK-ലേക്ക് നഴ്സുമാരെ എടുക്കുന്നില്ലാത്തൊരു സ്ഥിതിയായി. അപ്പോൾ എൻ്റെ ബ്രദർ UK-ലുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് മാതാവിനോട് പ്രാർത്ഥിച്ച് എഴുതിയൊരു എക്സാം വെറുതെ എക്സ്പയർ ആയി പോകുന്നതിന് മുമ്പ് തന്നെ അവിടെ പോയി പിൻ നമ്പർ എടുക്കാൻ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നോട്. അപ്പം എന്നോട് പറഞ്ഞു വിസിറ്റിംഗ് വിസയിൽ കയറി വരാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ മാതാവിനോട് ഇവിടെ വന്ന ഉടമ്പടി പുതുക്കി. അപ്പോൾ എനിക്ക് മാതാവിനെയാണ് ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ എടുക്കാൻ കിട്ടിയത്. അപ്പോൾ ഞാൻ എൻ്റെ പാസ്പോർട്ട് മാതാവിൻ്റെ രൂപത്തിൻ്റെ അടി വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. മാതാവിനോട് പറഞ്ഞു ഇപ്പം ഞാൻ വിസിറ്റിംഗ് വിസയുടെ സ്റ്റാമ്പിലാണ് ഞാൻ കയറി പോകുന്നത്. തിരിച്ചാൽ ഇവിടെ വരുമ്പോൾ എനിക്ക് ഒരു വർക്ക് വിസയുടെ സ്റ്റാമ്പ് അടിച്ചാൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം എനിക്ക് വിസ അടിച്ച് കിട്ടിയത് സെപ്റ്റംബർ 7 മുതൽ മാർച്ച് 7 വരെയുള്ള ദിവസമാണ്. മാതാവിൻ്റെ ദിവസമായിട്ടുള്ള 7 എന്നുള്ള ഡേറ്റാണ് എനിക്ക് അവിടെയും കിട്ടിയത്. അങ്ങനെ ഞാൻ മാതാവിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് സെപ്റ്റംബർ 8 ഞാൻ UK-ക്ക് പോയി. UK-ക്ക് പോയി ഞാൻ പിൻ നമ്പർ എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ OSCE എക്സാമാണ് എഴുതേണ്ടത്. 3 അറ്റംപ്റ്റേ ഉള്ളൂ. ഒരു എക്സാമിന് ഏകദേശം 80,000 രൂപയോളം മുടക്കി ഞാൻ എഴുതുന്ന എക്സാമാണ്. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പാസ്സാവാൻ പറ്റണം. ഇത്രയും കഷ്ടപ്പെട്ട് എഴുതുന്ന പരീക്ഷയാണ്. ഇനി ഒരു അറ്റംപ്റ്റും കൂടെ എന്നെ എഴുതിപ്പിക്കരുതെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഞങ്ങൾ എക്സാം സെൻറ്ററിനോട് ചേർന്ന ഒരു ഹോട്ടലിൽ തലേ ദിവസം ഞങ്ങൾ റൂം എടുത്തു. അന്ന് തന്നെ ഞങ്ങൾ എക്സാം സെൻറ്റർ പോയി കണ്ടു. പക്ഷേ പിറ്റേ ദിവസം 7:30-ക്കാണ് ഞങ്ങൾക്ക് എക്സാമിന് റിപ്പോർട്ട് ചെയ്യേണ്ട ടൈം. ഞങ്ങൾ എക്സാം സെൻറ്ററിൽ പോയി. പക്ഷേ ഞങ്ങൾ ഒത്തിരി അവിടെ നിന്ന് കറങ്ങി. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച സെൻറ്റർ ആയിരുന്നില്ല ശരിക്കുള്ള യഥാർത്ഥത്തിലുള്ള എക്സാം സെൻറ്റർ. 7:20 വരെ ഞങ്ങൾ ആ എക്സാം സെൻറ്റർ തപ്പി നടന്നു. UK-ലെ പഞ്ച്വാലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എക്സാമിന് അവരെ എഴുതിപ്പിക്കില്ല. അപ്പം വെറും 10 മിനിറ്റ് ഇനി മുമ്പിലുള്ളൂ. അപ്പം ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കി കഴിഞ്ഞപ്പം യഥാർത്ഥത്തിൽ ഞങ്ങൾ എക്സാം എഴുതുന്ന സെൻറ്ററിലേക്ക് 25 മിനിറ്റ് ഞങ്ങൾക്ക് ഇനി നടക്കാനുണ്ട്. അപ്പോൾ ഇത്രയും പൈസ മുടക്കി എഴുതുന്ന എക്സാം എഴുതാൻ പറ്റില്ല. ആകെ 3 അറ്റംപ്റ്റേ ഉള്ളൂ. അപ്പോൾ ഞാൻ മാതാവിനോട് അവിടെ തന്നെ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു എക്സാം തോപ്പിച്ചാലും കുഴപ്പമില്ല, എങ്ങനെയും എനിക്ക് എക്സാം ഒന്ന് എഴുതിയാൽ മതി. മാതാവേ അതിനുള്ള കൃപ എനിക്ക് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആരും ഇവിടെ ഇല്ല. കറക്റ്റ് സമയമായപ്പം ഒരു ഇംഗ്ലീഷുകാരൻ അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ആ മനുഷ്യൻ്റെ അടുത്തേക്ക് ഓടി ചെന്നു. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് മാതാവ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ഒരാളെ ഒരുക്കി തന്നതാണെന്നാണ്. സഞ്ചാരി മാതാവ് ഒരുക്കി തന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ഞാനിങ്ങനെ പറഞ്ഞു ഞങ്ങളിങ്ങനെ എക്സാം എഴുതാൻ വന്നതാണ്, ഇന്ത്യയിൽ നിന്ന് വന്നതാണ്, ഞങ്ങളുടെ സമയം പോയി, ഇനി വെറും 10 മിനിറ്റേ ഞങ്ങൾക്ക് മുമ്പിലുള്ളൂ, 25 മിനിറ്റ് ഞങ്ങൾക്ക് നടക്കാൻ കാണിക്കും, ഞങ്ങളൊന്ന് സഹായിക്കും. ആ മനുഷ്യന് ഒരു മടിയും കൂടാതെ ഞങ്ങളെ കറക്റ്റ് സമയത്ത് എക്സാം സെൻറ്ററിൽ കയറി ഇനി 5 മിനിറ്റ് ഉണ്ട്. ആ സമയം 5 മിനിറ്റ് കൊണ്ട് ആ മനുഷ്യൻ ഞങ്ങളെ ആ എക്സാം സെൻറ്ററിൽ ഞങ്ങളെ എത്തിച്ചു. മാതാവ് ഒരുക്കി തന്നയാളാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ആരും ഇല്ലായിരുന്നു ആ സമയത്ത്. എക്സാം പോലും എഴുതാൻ പറ്റാതിരിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. മാതാവിൻ്റെ ഇടപെടൽ കാരണം എനിക്ക് ആ എക്സാം എഴുതാൻ വേണ്ടി പറ്റി. എക്സാം എഴുതാൻ പോയപ്പോഴും ഞാൻ എക്സാം സെൻറ്ററിൽ ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു, തൈലം തേച്ചു, കാശുരൂപം വെച്ചാണ് ഞാൻ പ്രാർത്ഥിച്ചാണ് കയറിയത്. ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ മാതാവായിരിക്കണം എക്സാമിനറായിട്ട് എനിക്ക് കൂടെ വരേണ്ടത്. അങ്ങനെ തന്നെ എനിക്ക് എക്സാം എഴുതാൻ പറ്റി. എക്സാം ടഫായിരുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് തരും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. പിറ്റേ ദിവസം എൻ്റെ റിസൾട്ട് വന്നു. അത്ഭുതകരമായി ഞാൻ പാസ്സായി. അത് കഴിഞ്ഞ് എനിക്ക് OSCE എക്സാം പാസ്സായി. പിന്നീട് എനിക്ക് മാതാവിൻ്റെ പ്രതിഷേധത്തിൻ്റെ അടുത്ത ഡേറ്റ്, അതായത് ഒക്ടോബർ 7 എന്നുള്ള ദിവസം എനിക്ക് UK-ലെ NMC രജിസ്ട്രേഷൻ എനിക്ക് കിട്ടി. അങ്ങനെ എനിക്ക് പിൻ നമ്പർ അവിടെ കിട്ടി. പിന്നീട് ഞാൻ UK-ൽ ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇപ്പം UK-ലുള്ളവർക്കറിയാം ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ 2000-ന് മേലെ ഞാൻ ആപ്ലിക്കേഷൻ അവിടെ ഇട്ടു. അപ്പോൾ എൻ്റെ ഒരു അറിവിൽ കെയർ ഹോമാണ് എനിക്ക് കിട്ടാൻ എളുപ്പം എന്നാണ് ഞാൻ വിചാരിച്ചത്. ഒരു NHS കിട്ടാനുള്ള ഒരു യോഗ്യത എനിക്കില്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചായിരുന്നു അപ്പോഴും. കാരണം അതിനുള്ള ഒരു ഇംഗ്ലീഷ് ഫ്ലുവൻസിയോ അതിനുള്ള കഴിവോ ഒന്നും എനിക്കില്ല. അപ്പം ഞാൻ NHS അപ്ലൈ ചെയ്തേയില്ല. പകരം ഞാൻ 2000 ആപ്ലിക്കേഷൻ ഞാൻ കെയർ ഹോമുകളിൽ ഞാൻ അപ്ലൈ ചെയ്തു. 6 സ്ഥലത്തു നിന്ന് കെയർ ഹോമുകളിൽ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി. 6 ഇടത്തുനിന്നും കുറച്ച് കെയർ ഹോമുകളിൽ എന്നെ റിജക്റ്റ് ചെയ്തു. ഒരു കെയർ ഹോമിൽ നിന്ന് എനിക്ക് ഓഫർ ലെറ്റർ വരെ ലഭിച്ചു. പക്ഷേ ഏറ്റവും ലാസ്റ്റ് എല്ലാം പ്രോസസ്സിംഗ് ഒക്കെ അടുത്താകുമ്പോഴത്തേക്ക് അവർ പറയും വിസ സ്പോൺസർഷിപ്പ് അവർക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്നെ തള്ളിക്കളഞ്ഞു. അപ്പോൾ എനിക്ക് തിരിച്ചു പോരേണ്ട ഒരു സാഹചര്യം വന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി കെയർ ഹോമുകളിൽ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് കാര്യമില്ല, NHS-ലും കൂടി അപ്ലൈ ചെയ്യണം. ഞാൻ ഓരോ ആപ്ലിക്കേഷൻ ഇടുമ്പോഴും ഇവിടുത്തെ മാതാവിൻ്റെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ച് കുരിശ് വരച്ചാണ് ഞാൻ ഓരോ ആപ്ലിക്കേഷൻ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ NHS-ൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഉറപ്പാണ് NHS-ലുള്ളൊരു കിട്ടാനുള്ളൊരു യോഗ്യതയൊന്നും എനിക്കില്ല. 100 ആപ്ലിക്കേഷനോളം ഞാൻ NHS-ൽ ഞാൻ ഇട്ടു. അങ്ങനെ എല്ലായിടത്തുനിന്നും അവിടെ നിന്ന് എനിക്ക് റിജക്ഷൻ വന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് കിട്ടാൻ പോകുന്ന കാര്യമല്ല, ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരേണ്ടി വരും. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ഞാൻ കരഞ്ഞ് മാതാവിൻ്റെ രൂപം എൻ്റെ ഉണ്ടായിരുന്നു, അത് കെട്ടിപ്പിടിച്ച് ഞാൻ കരയുമായിരുന്നു എല്ലാ ദിവസവും. രാത്രിയിൽ നാണകേണ്ട വരും ഞാൻ തിരിച്ച് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒത്തിരി പേരുടെ ക്വസ്റ്റ്യൻസ് ഞാൻ ഫേസ് ചെയ്യേണ്ടി വരും. എങ്ങനെയും എനിക്കൊരു ജോലി തന്നെ ഒന്ന് സഹായിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു.
ലാസ്റ്റ് മാർച്ച് 7-ാം തീയതി എൻ്റെ വിസ തീരുവാണ്. മാർച്ച് 1-ാം തീയതി ചേട്ടൻ എന്നോട് പറഞ്ഞു, നീ ടിക്കറ്റ് ബുക്ക് ചെയ്തോ, തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഫെബ്രുവരി 16 എന്നിട്ട് ഫെബ്രുവരി 15 എനിക്ക് ഒരു ഇൻ്റർവ്യൂ കോൾ ഒരിടത്തൊന്നും വന്നില്ല. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു തിരിച്ച് നാട്ടിൽ പോകുക, അതാണ് ഇനിയുള്ള എൻ്റെ അടുത്ത മുന്നിലുള്ള കാര്യം. അങ്ങനെ ഫെബ്രുവരി 16-ാം തീയതി ഒരു NHS-ന്ന് എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു. അത്രയും നാൾ ഒരു ഇൻ്റർവ്യൂ പോലും, ഒരു NHS-ന്ന് പോലും എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നില്ല. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, NHS-ലെ ഒരു ഇൻ്റർവ്യൂ തന്നാൽ മതി, കാരണം അതെങ്ങനെയാണെന്നൊന്ന് അറിയാൻ. എന്നെ പാസ്സാക്കൊന്നും വേണ്ട, ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. എനിക്കൊന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഫെബ്രുവരി 26 ഞാൻ പോരുന്നതിന് 2 ദിവസം മുമ്പ്, അതായത് മാർച്ച് 1-ന് ഞാൻ ടിക്കറ്റ് എടുത്തു. ഫെബ്രുവരി 26-ന് എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യം മാതാവ് തന്നു. ഇൻ്റർവ്യൂവിന് പോയപ്പോഴും ഞാൻ ഇവിടുത്തെ കാശുരൂപവും തൈലവും ഉപ്പും ഒക്കെ ഞാൻ അവിടെ വിതറി പ്രാർത്ഥിച്ചിരുന്നു. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ഇൻ്റർവ്യൂറായിട്ട് മാതാവായിരിക്കണേ വരേണ്ടത്. എൻ്റെ ലാസ്റ്റ് ചാൻസാണ്. ഞാൻ 2 ദിവസം കഴിയുമ്പോൾ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോരുക. പിന്നെ എനിക്ക് യാതൊരു മാർഗ്ഗവും ഇല്ല. ഇനി എനിക്ക് ഇവിടെ നാട്ടിൽ കയറാനുള്ള രക്ഷയുള്ളൂ. എൻ്റെ കൂട്ടുകാരൊക്കെ നാട്ടിൽ കയറിയിട്ട് എല്ലാവരും ഇറങ്ങി പോരുക, തിരിച്ച് നാട്ടിൽ നിന്ന് പ്രൈവറ്റിലൊക്കെ കയറിയിട്ട്. അപ്പം മാതാവ് എന്നെ എങ്ങനെയും രക്ഷപ്പെടുത്തണേ, എൻ്റെ ലാസ്റ്റ് ചാൻസ് ആട്ടോ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് എനിക്ക് ഇൻ്റർവ്യൂവിന് കിട്ടിയ സമയം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ 2:30, മാതാവ് പ്രത്യക്ഷപ്പെട്ട 2:30-ക്കാണ് എനിക്ക് അവിടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. അന്ന് UK ടൈം 2:30-ക്കാണ് അവർ എന്നെ വിളിച്ച് പറഞ്ഞത്, നീ ഇൻ്റർവ്യൂ പാസ്സായി, നിന്നെ ഞങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളത്. വെറും ഒരു കെയർ ഹോം പ്രതീക്ഷിച്ചിരുന്ന എനിക്ക്, UK-ലെ ഒരു NHS-ൽ ജോലി ചെയ്യാൻ യോഗ്യതയില്ല എന്ന് പ്രതീക്ഷിച്ച് എനിക്ക് മാതാവ് ഒരുക്കി തന്നത് ഒരു NHS ആയിരുന്നു. അവിടെ ജോലി ചെയ്യാനാണ് മാതാവ് എനിക്ക് അവസരം തന്നത്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്ന് എനിക്ക് വിസ അടിച്ച് കൈ കിട്ടുന്നോ അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയുമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു. ഇന്നലെ എൻ്റെ വിസ എനിക്ക് കിട്ടി. ഞാൻ ഈ 13-ാം തീയതി തിരിച്ച് UK-ക്ക് പോവുകയാണ്. UK-ലെ തന്നെ ഏറ്റവും നല്ലൊരു ആശുപത്രിയായിരുന്നു മാതാവ് എനിക്ക് വേണ്ടി കരുതിയത്. ഒരു കെയർ ഹോം ആയിരുന്നില്ല. മാതാവിനും ഈശോയ്ക്കും എൻ്റെ മെറിറ്റ് കൊണ്ട് കിട്ടിയതേ അല്ല, നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും കൊടാനുകൂടി നന്ദി ഞാൻ പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് കിട്ടുന്ന പത്രം, ഞാൻ ഏറ്റവും കൂടുതൽ പത്രം കൊടുത്തിരുന്നത് ഓട്ടോ ഓടിക്കുന്ന ചേട്ടന്മാർക്ക് ഏറ്റവും കൂടുതൽ കൊടുത്തിരുന്നത്, കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ സമയം, കുറേ ഫ്രീ ടൈം അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ അവർക്കാണ് കൂടുതൽ പത്രം വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ എൻ്റെ മുമ്പിൽ ആര് സഹായത്തിന് വന്നാലും എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ആത്മീയമായിട്ട് ഞാൻ ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന ചാപ്പലിൽ തന്നെ എല്ലാ ദിവസവും കുർബാന ഉണ്ടായിരുന്നു. ഞാൻ ഒരു ദിവസം പോലും കുർബാന മുടക്കാതെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയിരുന്നു. ഇവിടെ ജപമാല റാലി കഴിഞ്ഞ 2024 നടന്ന ജപമാല റാലിയിൽ ഞാൻ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് എൻ്റെ കൂട്ടുകാരെ KSRTC ഒക്കെ ബുക്ക് ചെയ്ത് ഞാൻ എൻ്റെ കൂട്ടുകാരെ ഇവിടെ കൊണ്ടുവന്നു, റാലിയിൽ പങ്കെടുപ്പിച്ചു. അതുപോലെ തന്നെ ഞാൻ വഴിയായിട്ട് എൻ്റെ കൂടെ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഞാൻ OSCE എക്സാം എഴുതാൻ പോയപ്പോഴും ഞാൻ അവിടെ ഉണ്ടായിരുന്ന ചേച്ചിമാർക്കും ഒക്കെ ഞാൻ മാതാവിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയും മാതാവിൻ്റെ പത്രമൊക്കെ കൊടുക്കുകയും ചെയ്തിരുന്നു. ആത്മീയ ജീവിതമായി എല്ലാ ദിവസവും ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടുമായിരുന്നു. അതുപോലെ തന്നെ അച്ഛൻ്റെ ചൊവ്വാഴ്ചകളിലെ ധ്യാനം ഞാൻ ഷെയർ ചെയ്യുമായിരുന്നു. പിന്നെ കുർബാന ഞാൻ ഒരിക്കലും മുടക്കിയിട്ടില്ല, ജപമാല മുടക്കിയിട്ടില്ല. അരമണിക്കൂർ എല്ലാ ദിവസവും ബൈബിൾ വായിച്ചിട്ടേ ഞാൻ കിടക്കത്തുള്ളൂ. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി.